ഹലോ ഫ്രണ്ട്സ്, ഒരു സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് MTS4 B04 എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോർ പേപ്പറായിട്ടുള്ള ലീനിയർ ആൾജിബ്രയിലെ ഫസ്റ്റ് മോഡ്യൂളാണ്. അതിൽ പാർട്ട് 4 വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ വീഡിയോസ് ഒന്നും കാണാത്ത ആളുകൾ അതൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണുക. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓഗ്മെൻറ്റഡ് മെട്രിക്സസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് ദ മാട്രിസസ് ബിലോ ആർ ഓഗ്മെൻറ്റഡ് മാട്രിസസ് ഫോർ എ ലീനിയർ സിസ്റ്റം ഇൻ ദ അൺനോൺസ് x1, x2, x3, xn, x1, x2, x3, x4. ഡിസ്കസ് ദി എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് ഓഫ് ദി സൊല്യൂഷൻസ് ടു ദി കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം. അതാണ് നമുക്ക് ഒരു ലീനിയർ സിസ്റ്റം. അതായത് നമുക്ക് ലീനിയർ സിസ്റ്റത്തിന് എങ്ങനെ എഴുതാം? x=b എന്നുള്ള ഫോമിൽ എഴുതാം, മാട്രിക്സ് ഇക്വേഷനായിട്ട്. അപ്പോൾ അതിലെന്താണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ്. ഇപ്പോൾ നമ്മൾ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എടുക്കും. നമ്മളിവിടെ ചെയ്യുന്നത് ഗോസ് ജോർദാൻ എലിമിനേഷൻ, അതുപോലെ തന്നെ ഗോസ് എലിമിനേഷനുമാണ്. അതിൽ ഗോസ് എലിമിനേഷൻ ചെയ്തിട്ട് 3 മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് അതുപോലെ തന്നെ യുണീക്നെസ്സും ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം 1 -3 7 2 5 ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. 0 1 2 -4 1 0 0 1 6 9 0 0 0 0 1. ഇത് നമുക്ക് എന്താണ്? ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ് AB ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്? A എന്ന് പറയുന്ന മാട്രിക്സ് ഇതാണ്, ഈ കാണുന്നതാണ്. ഇതിൽ നമുക്ക് എന്താണ്? നമുക്കിതിനകത്ത് റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് എന്താണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് തന്നിട്ടില്ല. മൊഡ്യൂളിൽ ഈ ഒരു മെറ്റീരിയലിനകത്ത് തന്നിട്ടില്ല. റാങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? അപ്പോൾ നമുക്കൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ M/n മാട്രിക്സ് ആണെങ്കിൽ എന്താണ്? നമുക്ക് എത്ര റോ വേണമെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് എത്ര കോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ റിമൈനിങ് വരുന്ന എന്താണ്? സബ്സ്ക്വയർ മാട്രിക്സ്. അപ്പോൾ റിമൈനിങ് വരുന്ന എന്താണ്? സബ്സ്ക്വയർ മാട്രിക്സിൻ്റെ ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത്? റാങ്ക് എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോ ഇക്വലൻറ്റ് ഫോം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോ റെഡ്യൂസ് ഇക്വലൻറ്റ് ഫോമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോ ആണ് എന്ത്? റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ AB എന്ന് പറയുന്ന ഒരു മാട്രിക്സിൻ്റെ റാങ്ക് നമ്മളിപ്പോൾ റാങ്കിന് എന്താണ്? R എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റാങ്ക് ഓഫ് റോ ഓഫ് A എന്ന് പറയും. അപ്പോൾ ഇതിൽ എന്താണ്? നമുക്ക് റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള നോൺ സീറോ റോകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 എണ്ണമാണ്. അപ്പോൾ റോ ഓഫ് A എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ റോ ഓഫ് AB എന്ന് പറയുന്നത് എത്രയാണ്? =4 എന്നാണ്. ഇപ്പോൾ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 റോ നോൺ സീറോ റോ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് നമുക്ക് തന്നിട്ടുള്ളത് x1, x2, x3 up to x4 എത്ര ഉണ്ട്? 4 വേരിയബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ m കൊണ്ടും അതുപോലെ നമ്പർ ഓഫ് അൺനോൺസിനെ n കൊണ്ടുമാണ് എടുക്കാറ്. സോ n = നമുക്ക് എന്താണ്? 4 ആണ്. ഇവിടെ ഇക്വേഷൻസ് എത്ര എണ്ണം വരുന്നുണ്ട്? അത് 4 ഇക്വേഷൻ. m = 4 ആണ്. പിന്നെ യുണീക്നെസ്സും എക്സിസ്റ്റൻസും പറയാൻ വേണ്ടിയിട്ട് എന്താണ്? 3 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ്? റാങ്ക് ഓഫ് A ≠ റാങ്ക് ഓഫ് AB. എന്താണ്? ഇവരുടെ 2 പേരുടെ റാങ്ക് സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നോ സൊല്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? ഈ ഒരു കേസിൽ നോ സൊല്യൂഷൻ ആണ് വരുന്നത്. ഇനിയിപ്പോൾ റാങ്ക് ഓഫ് A = റാങ്ക് ഓഫ് AB = n ആണെങ്കിൽ, നമ്പർ ഓഫ് അൺനോൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? യുണീക്ക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? ഇഫ് ദ റാങ്ക് ഓഫ് A ലെസ് ദാൻ റാങ്ക് ഓഫ് റാങ്ക് ഓഫ് A = റാങ്ക് ഓഫ് AB ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ n ആണെന്നുണ്ടെങ്കിൽ എന്താണ്?
ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും, ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. സെക്കൻഡ് കേസിൽ എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആണ്, എന്താണ് യുണീക്ക് സൊല്യൂഷൻ ആണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്താണ്, എയുടെ റാങ്കും ബിയുടെ റാങ്കും സെയിം ആണ്, പക്ഷെ എന്താണ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് റോ ഓഫ് എ എന്ന് പറയുന്നത്, എയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 3 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു റോ ഓഫ് എ ബി, 4 എ ബിയുടെ റാങ്ക് വരുന്നത്. സോ എന്താണ് സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പോൾ ഈ ഒരു റാങ്കിൻ്റെ കൺസെപ്റ്റ് എന്താണ്, സാധാരണ ഇങ്ങനെ ഈ ഒരു പേപ്പറിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ അതായത് പഴയ സിലബസിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ലിനിയർ സിസ്റ്റം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ആവശ്യമുള്ള ഒരു സാധനമാണ്, പക്ഷെ ഇതിനകത്ത് അത് കൊടുത്തിട്ടില്ല. സോ അപ്പോൾ അതും കൂടി ഒന്ന് നോക്കും. ഇപ്പോൾ റാങ്ക് ഓഫ് എ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്താണ് ഗോസ് എലിമിനേഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോ ആണ് എന്ത് റാങ്ക് എന്ന് പറയുന്നത്. സാധാരണ റാങ്ക് കാണാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പേപ്പറിനകത്ത്, ഇതിനകത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതിൽ എന്താ 1 - 3 7 2 5 0 1 2 -4 1 0 0 1 6 9 0 0 0 0. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, റോ ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. റോ ഓഫ് എ ബി എന്ന് പറയുന്നത്, റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, നമ്പർ ഓഫ് നോൺ സീറോ റോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 3 നമുക്ക് പറയാം. എന്ത് റോ ഓഫ് എ ഈസ് ഈക്വൽ ടു റോ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 3 വിച്ച് ഈസ് ലെസ് ദാൻ n വിച്ച് ഈസ് ലെസ് ദാൻ 4. എന്താണ് നമുക്ക് നമ്പർ ഓഫ് അൺനോൺസ് വരുന്നത് 4. സോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എന്താണ് 3 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ n or which is less than 4. So we can say that the system is consistent സിസ്റ്റം ആണ്, പക്ഷേ സൊല്യൂഷൻ എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്, യൂണിക് സൊല്യൂഷൻ അല്ല. അപ്പോൾ യൂണിക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത് അവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതിനകത്ത് എന്താണ് 1 - 3 7 2 5 0 1 2 -4 1 0 0 1 6 9 0 0 1 0 0 0 1 0. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 4 ആണ്. ഇനി n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ റോ ഓഫ് എ ഈസ് ഈക്വൽ ടു റോ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു n ഓർ 4 ഈക്വൽ ടു 4 എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് സിസ്റ്റം കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ എന്താണ് സൊല്യൂഷൻ യുണീക്ക് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് കേസസാണ് നമുക്കവർ തന്നിട്ടുള്ളത്. അടുത്ത കേസ് വരുന്നത് ഹോമോജീനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ദാറ്റ് ഇസ് x ഈക്വൽ ടു ബി. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു എന്താ പറയുക കോൺസ്റ്റൻറ്റ് മാട്രിക്സ് എന്താണ് കംപ്ലീറ്റ് 0 ഒരു കോളം വെക്ടർ വരുന്നത് എന്താണ് ഒരു 0 വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഉള്ള കേസസ് ആണ് വരുന്നത്. A system of a linear equation is said to be homogeneous if the constant terms are all zeros. ആയിരിക്കും a11 x1 up to a1n xn is equal to 0. അതുപോലെ തന്നെ am1 xn is equal to amn xn is equal to 0. ഈ ഒരു കേസാണ് എന്ത് x equal to b എന്ന് പറയുന്നത്, അല്ലെങ്കിൽ b equal to 0 എന്ന് പറയുന്ന ഒരു കേസ്, ഹോമോജീനസ് സിസ്റ്റത്തിൻ്റെ കേസ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു റാങ്കിൻ്റെ കേസ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, നമ്മുടെ ലാസ്റ്റ് കോളം എ ബി എന്ന് പറയുന്ന മാട്രിക്സിൽ നമുക്ക് എന്താണ്
ലാസ്റ്റ് കോളം എന്തായിരിക്കും? അപ്പോൾ ഇത് എ എന്ന് പറയുന്ന മാട്രിക്സ്, ഇത് ബി എന്ന് പറയുന്ന മാട്രിക്സ്, അത് ആണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് വരുന്നത്. ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എന്തായിരിക്കും, കോളം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് പറയാം എന്ത്, റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു, അതായത് റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് നോൺ സീറോ റോകളാണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആയിരിക്കും. അപ്പോൾ എല്ലാ കേസിലും എന്താ, ഏതൊരു മെട്രിക്സ് എടുത്താലും എന്തായിരിക്കും, റോ ഓഫ് എ ഈസ് ഈക്വൽ ടു റോ ഓഫ് എ ബി ആയിരിക്കും. സോ എന്താണ്, നമ്മുടെ സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. എന്താണ്, സിസ്റ്റം എപ്പോഴും എന്തായിരിക്കും, കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതിനെന്തായിരിക്കും, ഓൾവേസ് ഹാവ് എ സൊല്യൂഷൻ. എന്തായിരിക്കും, എപ്പോഴും ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സച്ച് എ സൊല്യൂഷൻ ഈസ് കോൾഡ് ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേസ്, അതായത് എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എന്ന് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒന്നെങ്കിൽ കംപ്ലീറ്റും നോൺ, അതായത് എല്ലാ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കോഎഫിഷ്യൻസ് മൊത്തം 0 ആയിരിക്കണം. കോഎഫിഷ്യൻസ് കംപ്ലീറ്റ് 0 ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരില്ല നമുക്ക്. സോ എന്താവും, നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആ ഒരു മാട്രിക്സ് മൊത്തം 0, അല്ലെങ്കിൽ കോളം, ആ ഒരു അൺനോൺ വെക്ടർ ഉണ്ടല്ലോ, അത് മൊത്തം എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അതല്ല, അതുപോലെ തന്നെ എന്താണ്, ഇഫ് ദർ ഈസ് അനദർ സൊല്യൂഷൻ ദേ കോൾഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. എന്താണ്, വേറെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറയാം, അതിനെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. Because a homogeneous linear system always have a trivial solution, there are only two possibilities. The system only have a trivial solution, system have a infinitely many solution in addition to the trivial solution. അപ്പോൾ ഈ ഒരു ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്തായിരിക്കും, സിസ്റ്റം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നെന്തായിരിക്കും, ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. നോ സൊല്യൂഷൻ എന്നുള്ളൊരു കണ്ടീഷൻ എന്താണ്, ഈ ഒരു ഹോമോജിനസ് കേസ്, അതായത് ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ ഇത് വെച്ചൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഒരു മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഈ മാട്രിക്സ് സോൾവ് ചെയ്യാൻ. അപ്പോൾ അതെന്താണ്, നമുക്ക് ഓഗ്മെൻറ്റഡ് മാട്രിക്സിൻ്റെ, അത് മീൻസ് ഹോമോജിനസ് മാട്രിക്സിൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഹോമോജിനസ് സിസ്റ്റത്തിൽ നമുക്ക് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. അത് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു മെത്തേഡാണ്, അതായത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ആൻസർ കാണാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ എന്താണ്, അത് നമുക്ക് നോൺ ഹോമോജിനസ് മാട്രിക്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂ. ഇനി ഇതിനകത്ത് എന്താണ്, ഒരു ഫ്രീ വേരിയബിൾ തിയറം വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, അതായത് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആണെങ്കിൽ എന്തായിരിക്കും, നമുക്കെപ്പോഴും റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ഈക്വൽ ആയിരിക്കും. സോ എന്താണ്, സിസ്റ്റം ഹോമോജിനസ് സിസ്റ്റം എപ്പോഴും അതായിരിക്കും, കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അതിൽ എപ്പോഴും ഒരു ട്രിവിയൽ സൊല്യൂഷൻ, എപ്പോഴും എന്താണ്, ഒരു ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, മോർ ദാൻ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനെ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഇതിനകത്ത് വരുന്നത് എന്തായിരിക്കും, ഒന്നെങ്കിൽ യൂണിക് സൊല്യൂഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് ഒന്നെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. എവിടെ, എക്സ് ഈക്വൽ ടു ബി, മീൻസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ കേസിൽ വരുന്നത്. ഇനി ഒരു തിയറം കൊടുത്തിട്ടുണ്ട്, 1.14 ആണ് ഫ്രീ വേരിയബിൾ തിയറം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രീ വേരിയബിൾ തിയറം എന്താണെന്ന്. ഇഫ് എ ഹോമോജിനസ് സിസ്റ്റം ഹാസ് n unknowns and if reduced to row echelon form of its augmented matrix has r non-zero rows, അതായത് റാങ്കിൻ്റെ കേസാണ് പറയുന്നത്, റാങ്ക് ഓഫ് എ ബി 6 ആണ്. then the system has n-r free variables. എന്താ പറയുന്നത്, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത് ഹോമോജിനസ് കേസാണ് പറയുന്നത്, ദാറ്റ് ഈസ് എ എക്സ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്ന മാട്രിക്സ് മാത്രമാണ് ഉണ്ടാവുക, അതായത് ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. അതോ നമുക്ക് എന്താണ്, ഇതിൽ ഓൾറെഡി എന്താണ്, റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി തന്നെയാണ്. ഇതിലെന്താണ്, ഇപ്പോൾ ഇഫ് നമുക്കെന്താണ്, n അൺനോൺസ് ഉണ്ട്. എത്രയും നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്, അത്രയും കോളം നമുക്ക് ഉണ്ടായിരിക്കും ഒരു മാട്രിക്സിൽ. ഇപ്പം എന്നാണ് നമ്പർ ഓഫ് അൺനോൺ എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്, 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം n-r നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് നമുക്ക് എന്തുണ്ടായിരിക്കും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, n-r നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും.
ഒരു തിയറം കൊടുക്കുന്നത് ഹോമോജിനസ് ലീനിയർ സിസ്റ്റം വിത്ത് more unknowns than equations has infinitely many solutions. എന്താ പറയുന്നത്, ഒരു ഹോമോജിനസ് സിസ്റ്റം, അതായത് Ax=b എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ എന്താണ് n ആണ് നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടെങ്കിൽ എന്താണ് m ആണ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ n ഗ്രേറ്റർ ദാൻ m ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരുന്നു. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രൂഫ് പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് എ ഹോമോജിനിയസ് സിസ്റ്റം ഹാസ് m ഇക്വേഷൻസ്, എന്താണ് Ax=0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് എന്താണ് m നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് m നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m ആയിരിക്കും. then it is also true that r less than എന്താണ്, അപ്പോൾ അതിലെന്താണ് m ഇക്വേഷൻസും അതുപോലെ തന്നെ n നമ്പർ ഓഫ് അൺനോൺസും ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ സ്ക്വയർ മാട്രിക്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് m ലെസ് ദാൻ n ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് r ലെസ് ദാൻ n ആയിരിക്കും. ദിസ് ഈസ് ദ കേസ് ദ തിയറം അപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് at least one free variable and this implies the system has infinitely many solutions. ഈ ഒരു തിയറം വെച്ച് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു m/n മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് m ലെസ് ദാൻ n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് r ലെസ് ദാൻ n ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് n-r എന്തായിരിക്കും, അതായത് m ആണ് എന്ത് നമ്പർ ഓഫ് റോ വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് r ലെസ് ദാൻ n എന്ന് പറയാം. സോ നമുക്ക് എഴുതാം 0 ലെസ് ദാൻ n-r, ദാറ്റ് ഈസ് n-r ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് അറ്റ് ലീസ്റ്റ് ദർ ഈസ് വൺ ഫ്രീ വേരിയബിൾ. എന്താണ് ഒരു ഫ്രീ വേരിയബിൾ, അതായത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എന്താണ് ഒരു ഫ്രീ വേരിയബിൾ എങ്കിലും നമുക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അതായത് ഫ്രീ വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സോൾവ് ദ ബിലോ സിസ്റ്റം. അപ്പോൾ x1 ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു ഹോമോജിനസ് സിസ്റ്റമാണ്. Ax=b 0 ആണ് തന്നിട്ടുള്ളത്. അതിനെന്തായാലും എന്താണ് ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് എന്താണ് എക്സ് എന്ന് പറയുന്ന ഒരു കൊളമെട്രി കംപ്ലീറ്റ് 0 ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ x1 + 3x2 - 2x3 + 2x5. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 6 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടുള്ള m എന്താണ്, നമുക്ക് m=4 എന്നാണ് തന്നിട്ടുള്ളത്. അടുത്ത് 2x1 + 6x2 - 5x3 - 2x4 + 4x5 - 3x6 = 0. ഇവിടെ =0. അടുത്ത എന്താണ് 5x3 + 10x4 + 15x6 = 0. 2x1 + 6x2 + 8x4 + 4x5 + 18x6 = 0. ഇതാണ് നമ്മുടെ സിസ്റ്റം തന്നിട്ടുള്ളത്. ഇതിനകത്ത് 4 ഇക്വേഷൻ ഉണ്ട്, 6 അൺനോൺ വരുന്നുണ്ട്. ഇതെന്തായാലും എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൽ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് AB എന്ന് എഴുതി നോക്കാം. 1 3 - 2 0 2 0 0. അടുത്തത് 2 6 - 5 - 2 4 - 3 0. അടുത്തത് 0 0 5 10 0 15 0. അടുത്തത് 2 6 0 8 4 18 0. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിൽ ഗോസ് എലിമിനേഷൻ ആണെങ്കിലും ഗോസ് ജോർദാൻ എലിമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റെപ്സ് ഒക്കെ സിമിലർ ആണ്.
ഇതിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് പൈവോട്ട് എലമെൻറ്റ് അല്ലെങ്കിൽ ലീഡിങ് എലമെൻറ്റ് ചൂസ് ചെയ്യുക, അതിനെന്തിനെ 1 ആക്കണം. പിന്നെ എന്ത് ചെയ്യണം, ആ ഒരു റിമൈനിങ് കോളം കംപ്ലീറ്റ് എന്ത് ചെയ്യണം, നമ്മൾ 0 ആക്കി മാറ്റണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 ചെയ്യുക. അതുപോലെ തന്നെ R4 ചേഞ്ചസ് ടു R4 മൈനസ് 2R1 ചെയ്യാം. ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്യേണ്ടതാണ്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ഇത് 0 ആയിട്ട് മാറും, അതുപോലെ ഇത് 0 ആയിട്ട് മാറും. അടുത്തെന്താണ് -5 മൈനസ് 2 × 2, അപ്പോൾ എന്ത് വരും, നമുക്ക് ഇവിടെ +4 ആയി മാറും. എന്താണ് -1 എന്ന് വരും. അടുത്തെന്താണ് -2 -0 എന്ന് പറഞ്ഞാൽ -2 തന്നെയാണ്. 4 മൈനസ് എന്താണ് 2 × 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 എന്ന് വരും. അടുത്തെന്താണ് അടുത്ത എലമെൻറ്റ് എന്താണ് -3 ആണ്, മേലെ കിടക്കുന്നത് 0 ആണ്. അത് ചേഞ്ച് ഉണ്ടാവില്ല, ഇവിടെയും ചേഞ്ച് ഉണ്ടാവില്ല. അടുത്ത നമുക്ക് തേർഡ് റോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് എന്താണ് ഫസ്റ്റ് കോളത്തിൽ 0 ആണ് കിടക്കുന്നത്. അടുത്തെന്താണ് ഇപ്പോൾ ഫോർത്ത് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0, അതുപോലെ തന്നെ എന്താണ് ഇത് 0 ആയി മാറും. അടുത്തെന്താണ് 0 -2, അപ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ 4 എന്ന് വരും. അത് 8 - 0 8 എന്ന് തന്നെ വരും. 4 - 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയി മാറും. then 18, then ഇവിടെ മേലെ എന്താണ് 0 ആണ്, അപ്പോൾ എന്താണ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാട്രിക്സ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് വൃത്തിക്ക് എഴുതാം. 1 3 -2 0 2 0 0. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സെക്കൻഡ് റോ വരുന്നത് 0 0 -1 -2 0 -3 0. അടുത്തത് 0 0 5 10 0 15 0. അടുത്തത് 0 0 4 8 0 18 0. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു റോയിൽ എന്താണ് ലീഡിങ് എലമെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അതിനകത്ത് എന്താ -1 ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, R2 ചേഞ്ചസ് ടു R2 ബൈ -1 ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റു -1 ചെയ്യാം. ഇത് കംപ്ലീറ്റ് എന്താവും പോസിറ്റീവ് വാല്യൂസ് ആയി മാറും. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിമൈനിങ്, അതായത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ലീഡിങ് എലമെൻറ്റ്. സോ എന്താണ് ആ ഒരു റിമൈനിങ് കോളം എലമെൻറ്റ്സ് 0 ആക്കി മാറ്റണം. സോ നമുക്ക് എന്ത് ചെയ്യാം, R3 മൈനസ് R3 ചേഞ്ചസ് ടു R3 മൈനസ് 5 R2 ചെയ്യാം. നമുക്ക് എന്ത് വരും, ഇവിടെ 0 എന്ന് വരും. ഇനി 10 - 2 × 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 0, അടുത്തത് ഇവിടെ 0, ഇവിടെ എന്താണ് ഇതും 0 ആയി മാറും. അതെങ്കിൽ ഈ ഒരു റോ മൊത്തം നമുക്ക് കംപ്ലീറ്റ് 0 ആയി മാറും. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ R4 ചേഞ്ചസ് ടു R4 മൈനസ് 4R1, ഇത് 0 ആയി മാറും, ഇത് 0 ആയി മാറും. ഇതെന്താണ് 0 0 എന്ന് തന്നെ എടുക്കും. 18 - 12 എന്ന് പറയുമ്പോൾ ഇവിടെ 6 ആയിട്ട് മാറും. നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും non-zero എന്താണ്, അതായത് കംപ്ലീറ്റ് 0 ആയിട്ടുള്ള റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഏറ്റവും ബോട്ടം പൊസിഷനിൽ ഗ്രൂപ്പ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, R3 ഇൻ്റർചേഞ്ചസ് വിത്ത് R4 എന്താണ് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു 6 ആണ് എടുക്കുന്നത്, നമുക്കത് 1 ആക്കി മാറ്റണം. അപ്പോൾ R4 ചേഞ്ചസ് ടു R4 ഡിവൈഡഡ് ബൈ 6. നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ എന്താണ് ചേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ എന്ത് വരും, 0 0 0 0 0 6 1 0 വരും. 0 0 0 0 0 0 0 എന്ന് വരും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കിടക്കുന്നുണ്ട്, ഇവിടെ 3 ആണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലെ ജോർദാൻ എലിമിനേഷൻ വെച്ച് ഈ ഒരു എലമെൻറ്റ് 0 ആക്കി മാറ്റാം. അതായത് ലീഡിങ് എലമെൻറ്റ് 1 ആണ്, അതിൻ്റെ മേലെയുള്ള എലമെൻറ്റ് എന്ത് ചെയ്യാം, 0 ആക്കി മാറ്റാം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് 3R3, നമുക്ക് ഇത് 0 ആയി മാറും. ബാക്കി എലമെൻറ്റ്സ് ഒന്നും ചേഞ്ച് ഉണ്ടാവില്ല, എല്ലാം കംപ്ലീറ്റ് 0 ആണ്. അടുത്തത് എന്താണ് 1 ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, R1 ചേഞ്ചസ് ടു R1 പ്ലസ് 2R2 ചെയ്യണം. അപ്പോൾ ഇതെന്ത് വരും, ഇത് 0 ആയി മാറും. അതുപോലെ ഇവിടെ 2 കൊടുക്കുന്നുണ്ട്, സോ ഇത് 4 ആയിട്ട് മാറും. നമുക്ക് ആ ഒരു മാട്രിക്സ് ഒന്ന് വൃത്തിക്കേത്താം. അപ്പോൾ എന്ത് വരും, 1 3 -2 4 2 0. അടുത്തെന്താണ് 0 0 1 2 0 1, ഇത് 0 0 0 0 0 1. റിമൈനിങ് കോളം നമുക്ക് എന്താണ് ജസ്റ്റ് എഴുതി, അല്ല ഇവിടെ 0 0 0 0 എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്.
അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിൽ എന്താണ് നമ്മുടെ നമ്പർ ഓഫ് അതായത് റോ ഓഫ് എ ഈക്വൽ ടു റോ ഓഫ് എന്താണ് എ ബി ആണ്. സോ അത് എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. ഇനി n എന്ന് പറയുന്നത് എത്രയാണ്? അതായത് r ഈക്വൽ ടു 3 n ഈക്വൽ ടു 6 ആണ് വരുന്നത്. സോ നമുക്ക് എന്താണ് 3 എന്താണ് ഫ്രീ വേരിയബിൾസ് ചൂസ് ചെയ്യാം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ x6 ഈസ് ഈക്വൽ ടു നമുക്ക് 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു സൊല്യൂഷൻ. ഇനി അടുത്തത് എന്താണ് നമുക്കിങ്ങനെ x1 ഈക്വൽ ടു -3x2 പ്ലസ് 2x3 -4x4 -2x5. അതുപോലെ തന്നെ എന്താണ് ഇവിടെ x3 ഈസ് ഈക്വൽ ടു -2x4 -x6. ഇതിൽ ഈ x6 0 ആണ്. അപ്പോൾ x3 ഈസ് ഈക്വൽ ടു -2x4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ വേരിയബിൾ ചൂസ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ്? ഇപ്പോൾ 1 ആവശ്യമില്ല, അതുപോലെ തന്നെ x3ക്ക് ആവശ്യമില്ല, x6 ആവശ്യമില്ല. ബാക്കി ആർക്കൊക്കെ ചൂസ് ചെയ്യണം? x2 ഈക്വൽ ടു L, x3 നമുക്ക് ആവശ്യമില്ല, x4 എന്താണ്? x4 ഈക്വൽ ടു M, x5 ഇസ് ഈക്വൽ ടു N ചൂസ് ചെയ്യാം. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താണ് അതിന് ആർബിട്രറി വാല്യൂസ് ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഇനി ഒരു മാട്രിക്സും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നിട്ടുള്ള പ്രോബ്ലംസൊക്കെ 1-2 തവണ ഒക്കെ ചെയ്ത് നോക്കുക. അടുത്തൊരു ഇക്വേഷൻ തന്നിട്ടുള്ളത് x1 - 2x2 പ്ലസ് x3 - x4 ഈക്വൽ ടു 0. അടുത്തത് x1 പ്ലസ് x2 - 2x3 പ്ലസ് 3x4 ഈക്വൽ ടു 0. അടുത്തത് 4x1 പ്ലസ് x2 - 5x3 പ്ലസ് 8x4 ഈക്വൽ ടു 0. അടുത്തത് 5x1 - 7x2 പ്ലസ് 2x3 - x4 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതിലെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി എന്ന് പറയുന്നത് 1 - 2 1 - 1. അടുത്തത് 1 1 - 2 3. അടുത്തത് എന്താണ് 4 1 - 5 8. അടുത്തത് 5 - 7 2 - 1. അതിൻ്റെ 0 വരുന്ന കോളം. ഇനി എന്തായിരുന്നു നമുക്ക് അപ്പോൾ ഇതിൽ എന്താണ് ലീഡിങ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. അതുപോലെ തന്നെ റിമൈനിങ് കോളം അപ്പോൾ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് റോ 1, റോ 3 ചേഞ്ചസ് ടു റോ 3 മൈനസ് 4r1, r4 ചേഞ്ചസ് ടു r4 മൈനസ് 5r1. അപ്പോൾ നമുക്കെന്താണ് ഇതിലെ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് മായ്ച്ച് കളയാം. നമുക്കെന്താണ് r1 മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടാത്തുള്ളത്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ 0 എന്ന് വരും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 - -2 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 3 എന്ന് വരും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ -2 -1 എന്ന് പറയുമ്പോൾ എന്ത് വരും? -3 എന്ന് വരും. അടുത്ത് എന്താണ് 3 - -1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 എന്ന് വരും. ലാസ്റ്റ് എലമെൻറ്റ് 0. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 - 4 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. അടുത്ത് എന്താണ് 1 - -8 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ 9 എന്ന് വരും. അടുത്ത് എന്താണ് -5 - 4 എന്ന് പറയുമ്പോൾ -9 എന്ന് വരും. അടുത്ത് എന്താണ് 8 - -4 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 12 എന്ന് വരും. അടുത്ത് എന്താണ് 5 - 1 എന്ന് പറയുമ്പോൾ 5 - 5 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. അടുത്ത് എന്താണ് -7 -2 × 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 10 - 7 നമുക്ക് 3 എന്ന് വരും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 - 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? -3 എന്ന് വരും. അടുത്ത് എന്താണ് -1 -5 അതായത് -1 -1 അപ്പോൾ എന്ത് വരും? 1 × 5. അപ്പോൾ 5 - 1 എന്ത് വരും? നമുക്ക് 4 എന്ന് വരും. അപ്പോൾ ഈ ഒരു എന്താണ്
R4ഉം R2ഉം സെയിം ആണ്, നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്, സെയിം റോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താണ്, എലിമിനേഷൻ്റെ ആവശ്യമില്ല. എലിമിനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് R4 മൈനസ് R2 ചെയ്താൽ മതി. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെന്താണ്, ഇതിന് 3 കോമൺ ആയിട്ട് പുറത്തെടുത്ത് നമുക്ക് എന്ത് കിട്ടും, R3ഉം R2ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എന്താണ്, ഇനി R2 ചേഞ്ചസ് ടു R2/3. അപ്പോൾ എന്ത് വരും, നമുക്കിവിടെ 1 - 1 4/3 എന്ന് വരും. എന്തൊക്കെയാണ്, 1 - 1 4/3. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലെന്താണ്, ലീഡിങ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മേലെയുള്ള എലമെൻറ്റ് എന്തെങ്കിലും 0 ആക്കി മാറ്റണം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് 1, അതായത് R1 + 2R2. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇത് 0 ആയിട്ട് മാറും. അതുപോലെ തന്നെ എന്താണ്, ഇത് ഇപ്പോൾ എന്താണ് 1 + -2 ചെയ്യുമ്പോൾ ഇവിടെ -1 ആവും. അതുപോലെ തന്നെ എന്താണ് -1 + 2 × 4/3. അപ്പോൾ എന്ത് വരും, നമുക്ക് -8/3. അപ്പോൾ എന്താണ് -1 - 8/3. എന്ത് വരും, നമുക്ക് -11/3 എന്ന് വരും. ഈ ഒരു എലമെൻറ്റ് -11 അല്ല വരുന്നത്, നമുക്ക് എന്താണ് വരുന്നത്, -1 + 4/3 ആണ് വരുന്നത്. ഇവിടെ × 2 ഉണ്ട്. അപ്പോൾ എന്ത് വരും, നമുക്ക് -1 + 8/3. നമുക്ക് എന്ത് വരും, 5/3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 5/3 എന്ന് വരും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമായിരിക്കും, നമുക്ക് റാങ്ക് എന്ന് പറയുന്നത് R(A) = R(B) = എന്താണ് 2 ആണ് വരുന്നത്. ഇനി നമ്പർ ഓഫ് 1 ആണ്, n = 4 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 2 ഫ്രീ വേരിയബിൾ ചൂസ് ചെയ്യാം. ഇതിൽ ആർക്കൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്, 1ന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, 2ന് ചൂസ് ചെയ്യാം. അതായത് x1ന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, x2ന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് x3 = L, അതുപോലെ തന്നെ x4 = M എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് വരും, അതിൽ x1 = L - 5m/3 എന്ന് വരും. x2 = എന്ത് വരും, നമുക്ക് L - 4m/3 എന്ന് വരും. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇനി ഇതിനകത്ത് പ്രോബ്ലംസ് തന്നിട്ടില്ല. അടുത്ത സെക്ഷൻ 1.8 ആണ് വരുന്നത്, മോർ ഓൺ ലീനിയർ സിസ്റ്റംസ്. എന്താണ് അടുത്ത തിയറം 1.15 വരുന്നുണ്ട്. അതിലെന്താണ്, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് 0, 1 or infinitely many solution, there are no other possibilities. അപ്പോൾ എന്താണ്, ഇനി ഓൾറെഡി എന്താണ് മുൻപ് കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും ഒരു ലീനിയർ സിസ്റ്റം x = b ക്ക് എന്തായിരിക്കും, ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ, അതാണ് യൂണിക് സൊല്യൂഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. പിന്നെ പ്രൂഫ് തന്നിട്ടുണ്ട്. ഇഫ് x = b is a system of linear equations, exactly one of the following is true. That is no solution. The system has one solution. A system has more than one solution. Assume x = b has more than one solution. എന്താണ്, ഇതിന് more than one solution ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ലെറ്റ് x0 = x1 - x2, where x1 and x2 are two distinct solutions. എന്താണ്, നമുക്കെന്താണ് x = b എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, അതായത് ഒരു മാട്രിക്സ് ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അതിലെന്താണ് x0 = x1 - x2 ആണ്, where x1 and x2 are two distinct solutions. ഇതിനകത്ത് ഈ x1 - x2 എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉള്ള കാരണം എന്താണ്, നമുക്ക് x0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു നോൺ സീറോ മാട്രിക്സ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്ക് ax0 അതായത് a × x0 എന്താണ് ax1 - ax2 എന്ന് എഴുതാം. അതായത് a എന്ന് പറയുന്ന മാട്രിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു.
നമുക്ക് എന്ത് വരും, ഈ AX1 ഈസ് ഈക്വൽ ടു നമുക്ക് ബി, അതുപോലെ തന്നെ AX2 ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എന്താണ് 0 എന്ന് വരുന്നു. നമുക്ക് എന്തായിട്ടുണ്ട്, AX0 ഈസ് ഈക്വൽ ടു, അതായത് A ഇൻറ്റു X0 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, അതായത് ഈ എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ. ഈ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ X0 എന്ന് പറയുന്നത് 0 ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വരുന്നത്. ഇനി എന്താണ്, നമ്മളൊരു K ചൂസ് ചെയ്യാണ്. Let K be any scalar, then AX1 plus KX0 is equal to എന്ത് വരും, AX1 plus A ഇൻറ്റു KX0 എന്ന് വരും. അതിനകത്ത് എന്ത് വരും, ഈ AX1 പ്ലസ് K ഇൻറ്റു AX0 എന്ന് പറയുന്നത് എന്ത് വരും, നമുക്ക് ഓൾറെഡി AX0 0 എന്ന് കിട്ടി. സോ നമുക്ക് എന്താണ്, AX1 എന്ന് പറഞ്ഞാൽ B ആണ്, പ്ലസ് എന്ത് വരും 0 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു B. നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, A ഇൻറ്റു X1 പ്ലസ് KX0 ഈസ് ഈക്വൽ ടു നമുക്ക് B എന്ന് കിട്ടി. ഇതിനകത്ത് എന്താണ്, ഇത് ഒരു സൊല്യൂഷനാണ്. നമുക്ക് നേരത്തെ കിട്ടിയത് X0 എന്ന് പറയുന്നത് 0 ആണ്, അത് ഒരു ട്രിവിയൽ സൊല്യൂഷൻ്റെ കേസാണ്. എങ്ങനെ ഹോമോജിനസ് കേസ് ആകുമ്പോൾ X0 എന്താണ്, ഒരു നോൺ സീറോ വാല്യൂ ആണ്. ദെൻ Kക്ക് നമുക്ക് എന്താണ്, നമുക്ക് ആർബിട്രറി വാല്യൂസ് ചൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, AX equal to B എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു പ്രൂഫാണ് നമ്മുടെ, അതായത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുന്ന ആ ഒരു കേസിൻ്റെ പ്രൂഫാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്ത് എന്താണ്, മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡിൻ്റെ ഒരു തിയറം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തിയറം 1.16 വരുന്ന എന്താണ്, if A is an invertible n square matrix, then for each n by 1 matrix B, the system of equation X equal to B has exactly one solution. എന്താ പറയുന്നത്, ഇപ്പോൾ എ ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ആണ്, അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഫോർ ഈച്ച് എൻ ബൈ, അതായത് എന്താണ്, ബി എന്ന് പറയുന്ന ഒരു n by 1 മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ദ സിസ്റ്റം AX is equal to B has exactly one solution. എന്താണ്, AX equal to Bക്ക് എന്താണ്, ഒരു സിംഗിൾ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂന്നാണ് പറയുന്നത്. അതിന് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ്, സിൻസ് A ഇൻറ്റു A ഇൻവേഴ്സ് B ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, B എന്ന് കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്, A ഇൻവേഴ്സ് B എന്ന് കിട്ടും. അതായത് നമുക്ക് എന്താണ്, AX ഇസ് ഈക്വൽ ടു B എന്നുള്ളതിന് നമുക്ക് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും നമുക്ക്, അപ്പോൾ ഇതിനകത്ത് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതെന്ത് I ഇൻറ്റു എക്സ് എന്ന് വരും, ഇസ് ഈക്വൽ ടു നമുക്ക് A ഇൻവേഴ്സ് B, അതായത് I ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണ്, A ഇൻവേഴ്സ് B എന്ന് കിട്ടും. ഇതാണ് ഈ മാട്രിക്സ് ഇൻവേഴ്സ്, അതായത് മാട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ്, ഈ എക്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് B എന്ന് പറയുന്നത് എന്താണ്, ഒരു സൊല്യൂഷനാണ്. ഇത് എക്സ് ഈക്വൽ ടു ബിയുടെ. ഇനി അത് യൂണിക് സൊല്യൂഷനാണെന്ന് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, assume X0 is an arbitrary solution and show that X0 must be the solution of A inverse B. എന്താണ്, ഒരു സൊല്യൂഷൻ X0 ചൂസ് ചെയ്യണം. അപ്പോൾ എന്താണ്, AX is equal to B ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, X0 equal to B ആയിരിക്കും. എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, X0 is equal to A ഇൻവേഴ്സ് B എന്ന് കിട്ടും. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ എന്ത് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. അതായത് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമുക്ക് എന്താണ്, ഒരു എൻ സ്ക്വയർ മാട്രിക്സിൻ്റെ അത് ഇൻവേർട്ടിബിൾ ആണ്. ഇപ്പോൾ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, ഇപ്പോൾ ഒരു മാട്രിക്സ് അതിന് എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എക്സ് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, A ഇൻവേഴ്സ് ഇൻറ്റു B ആയിരിക്കും. ഇനി അത് എന്താണ് യുണീക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു കേസിൽ എന്താണ്, ഇപ്പോൾ ഇതാണ് ഈ എക്സ് ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് B ആണ് ഒരു സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ്, ആർബിട്രറിൽ വേറൊരു സൊല്യൂഷൻ X0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ X0 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായാലും B എന്ന് എഴുതാം. സോ എന്താണ്, ഇതിനെ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും, X0 ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് B എന്ന് വരും. എന്താണ്, ഇപ്പോൾ X0 എന്ന് പറയുന്നത് എന്താണ്, A ഇൻവേഴ്സ് B ആണ്, X എന്ന് പറയുന്നത് A ഇൻവേഴ്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി അടുത്ത തിയറം 1.17. ഇതിലെന്താണ്, ഈക്വലൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് എന്താണ്, ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫും തന്നിട്ടുണ്ട്. ഒരു A എന്ന് പറയുന്ന ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ A ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ എന്താ പറയുന്നത്,
എ എന്താണ് എക്ക് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ് ഇസിക്കൽ ടു സി 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും IN ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ് എക്സ്പ്രസിബിൾ ആസ് എ പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിസസ്. അടുത്ത തിയറം 1.17 അതിൻ്റെ പ്രൂഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇക്വലൻ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു n സ്ക്വയർ മാട്രിക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒന്ന് അതിലെന്താ എ ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ് ഇസിക്കൽ ടു ബി എന്താണ് ഒരു ഹോമോജിനസ് സിസ്റ്റം ആണ്. അതെന്താണ്, അപ്പോൾ രണ്ട് ഹോമോജിനസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ രണ്ട് കേസാണ്. ഒന്ന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വൺ സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് എന്താണ് എക്സ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു 0 വെക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എന്താണ് എ ഇൻവേർട്ടിബിൾ ആണ്. എ എന്ന് പറയുന്നത് എന്താണ് ഒരു n സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ് എ ഇൻവേർട്ടിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് എക്സ് ഈക്വൽ ടു ബി എക്സ് ഈക്വൽ ടു 0, അതായത് ഹോമോജിനസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് അടുത്തത് സി എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് എയുടെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ IN ആണ്. അതായത് ഒരു നോർമൽ IN ആണെന്നാണ് പറയുന്നത്. അതായത് IN എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നോർമൽ മാട്രിക്സ് ആയിരിക്കും വരുന്നത്. നോർമൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബാക്കി എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും അത് 0 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് എക്സ്പ്രസിബിൾ ആസ് പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിസസ്. എ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിസസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രൂഫ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അപ്പോൾ എ ഇംപ്ലൈസ് ബി. അപ്പോൾ നമുക്ക് എ പറഞ്ഞിട്ടുള്ളത് എന്താണ് എക്ക് ഒരു ഇൻവേഴ്സും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബി സ്റ്റേറ്റ്മെൻറ്റ് ബി പറയുന്നത് എന്താണ് എ എക്സ് ഇസിക്കൽ ടു 0 ആണ്. അതായത് എന്താണ് ഹോമോജിനസ് സിസ്റ്റം ആണ്. അപ്പോൾ അതിനെന്താണ് രണ്ട് പോസിബിലിറ്റി ആണ് ഹോമോജിനസ് സിസ്റ്റത്തിനുള്ള. ഒന്ന് എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് എക്ക് ഇൻവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും നമുക്ക് അത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു 0. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ എന്ത് വരും, ഇവിടെ I ഇൻറ്റു എക്സ് എന്ന് വരും. I ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, അതായത് നമുക്ക് എന്തെന്ന് കിട്ടി എ ഇംപ്ലൈസ് ബി. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കിട്ടി. ഇതിന് എന്താണ് ഇതിന് ഒരു ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്നത് അതിൻ്റെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് പറയുന്നത് എന്താണ് IN ആണ്. അതായത് ഒരു നോർമൽ മാട്രിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ എക്ക് ഇൻവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത കേസ് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്നത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ IN എന്തായിരിക്കും ഒരു നോർമൽ മാട്രിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ബി ഇംപ്ലൈസ് സി. ബി എന്ന് പറഞ്ഞാൽ എന്താണ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു കോളം വെക്ടർ എന്തായിരിക്കും ഫുൾ 0 ആയിരിക്കും. അപ്പോൾ ഈ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗോസ് ജോർദാൻ എലിമിനേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം കിട്ടുന്നത്. അപ്പോൾ അതിൽ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഒരു IN ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എക്സെപ്റ്റ് n എന്തായിരിക്കും നമുക്ക് എന്താണ് ജനറലായിട്ട് എടുക്കുക. അപ്പോൾ n സ്ക്വയർ മാട്രിക്സ് അല്ല. അപ്പോൾ x1 മുതൽ xn വരെയുള്ള എന്തുണ്ടായിരിക്കും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇത് ട്രിവിയൽ സൊല്യൂഷനാണ്. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ എക്സുകളെല്ലാം 0 ആയിരിക്കും. അപ്പോൾ x1 അപ് ടു xn വരെയുള്ളതെല്ലാം എന്താണ് 0 ആണ്.
നമുക്ക് ബി എന്ന് പറയുന്നത് നമ്മുടെ എ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാൻ ഇതിനകത്തുള്ള സൊല്യൂഷൻ എന്താണ്, ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ജസ്റ്റ് ജനറലായിട്ട് എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 0 സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് x1 അപ് ടു എന്താണ് xn വരെയുള്ള എന്താണ് ഒരു മാട്രിക്സ് അതെന്തായിരിക്കും, അത് ഫുള്ള് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 എന്നാൽ ഒരു ഐഡൻറ്റി മാട്രിക്സ് ആണ് ഇൻറ്റു x1 അപ് ടു xn ഈസ് ഈക്വൽ ടു 0 0 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് in എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് എന്താണ് എ എന്ന് പറയുന്ന മാട്രിക്സിന് എന്താണ് പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് സി ഇംപ്ലൈസ് ഡി അസ്യൂം ദാറ്റ് റോ റേഡിയസ് ഡയക്ലോൺ ഫോം ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് in ആണ്. അപ്പോൾ എ ക്യാൻ ബി റെഡ്യൂസ് ടു in. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എ എന്ന് പറയുന്നത് മാട്രിക്സിനെ എന്താണ് നമുക്ക് in ആക്കി മാറ്റാൻ പറ്റും. അതായത് എങ്ങനെയാണ് ഗോസ് ജോർദാൻ എലിമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എ എന്ന് പറയുന്ന മാട്രിക്സ് എന്തായി മാറും, in ആയിട്ട് മാറും. നമുക്ക് മുമ്പ് ഒരു തിയറം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഐ എന്ന് പറയുന്ന ഒരു മാട്രിക്സിനെ ഞാൻ ഒരു എലമെൻ്ററി ഓപ്പറേഷൻ വഴി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് കിട്ടി, ഒരു എലമെൻ്ററി മാട്രിക്സ് കിട്ടി. എനിക്ക് എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സിനെ ഞാൻ എന്ത് ചെയ്തു, ഈ എ കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിനെ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഓപ്പറേഷൻ എ എന്ന് പറയുന്ന മാട്രിക്സിൽ ചെയ്തതിന് തുല്യമായിരിക്കുന്നു. നമുക്ക് ആ ഒരു കേസാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് കെ നമ്പർ ഓഫ് എലമെൻ്ററി മാട്രിക്സസ് ഉണ്ട്. അപ്പോൾ E1 മുതൽ EK വരെ എന്താണ് നമ്പർ ഓഫ് എലമെൻ്ററി മാട്രിക്സസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് എന്താണ് എല്ലാ മാട്രിക്സസും എന്താണ് ഇൻവേർട്ടിബിൾ ആണ്. എന്ത് ചെയ്യുക, നമുക്ക് രണ്ട് സൈഡിലും അതായത് എ എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ് in ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ EK ഇൻറ്റു അപ് ടു E1 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു in. അപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ് in എന്ന് പറയുന്ന മാട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് I എന്ന് പറയുന്ന ഒരു മാട്രിക്സിൽ നമുക്ക് എന്താണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ഈ ഒരു E എന്ന് പറയുന്ന ഒരു എലമെൻ്ററി മാട്രിക്സ് കിട്ടി. എന്താണ് എ എന്ന് പറയുന്ന മാട്രിക്സിൽ നമ്മൾ എന്താണ് സെയിം ഓപ്പറേഷൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ in എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടിയത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ in എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടാൻ വേണ്ടി എയിൽ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ I എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്തിട്ട് അത്രയും മാട്രിക്സ് കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു മാട്രിക്സസ് എല്ലാം എന്താണ് ഇൻവേർട്ടിബിൾ മാട്രിക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ എന്താണ് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് എ മാത്രമായിട്ട് മാറും. ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം അതായത് E1 ഇൻവേഴ്സ് അപ് ടു EK ഇൻവേഴ്സ് ഇൻറ്റു in എന്ന് കിട്ടും. അപ്പോൾ I എന്ന് പറയുന്ന മാട്രിക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആരെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്തേ കിട്ടുള്ളൂ, ആ ഒരു ഈ ഒരു എന്താണ് എലമെൻ്ററി മാട്രിക്സസിൻ്റെ ഇൻവേഴ്സുകളുടെ പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്താണ് എ ഈസ് ഈക്വൽ ടു എന്താണ് എലമെൻ്ററി മാട്രിക്സിൻ്റെ കെ നമ്പർ ഓഫ് എലമെൻ്ററി മാട്രിക്സസിൻ്റെ ഇൻവേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത്രയും മാട്രിക്സസിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് EK അപ് ടു E1 ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഇൻവേഴ്സുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എ ഇൻവേഴ്സ് എടുത്താൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് EK അപ് ടു E1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്നും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള
വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.